നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ദേ മലരിക്കലെ ആമ്പൽപ്പാടത്തിൻ്റെ നടുക്ക് നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും കണ്ണിനും മനസ്സിനുമൊക്കെ കുളിർമ നൽകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. കാരണം ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ ആമ്പൽ പൂത്ത് നിൽക്കുകയാണ്. എന്തൊരു ഭംഗിയാതാ നോക്കൂ, ഈ ഒരു മജന്ത കളറിലാണ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. ശരിക്കും ദൂരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പരവതാനി വിരിച്ച മാതിരി അങ്ങനെ കിടക്കുകയാണ്. ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇവിടേക്ക് വരേണ്ട ലൊക്കേഷനൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും തന്നെ അറിയാം. വർഷങ്ങളായിട്ട് ഇവിടുത്തെ ടൂറിസം, മലരിക്കൽ ടൂറിസം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആഘോഷിക്കപ്പെടുന്നതാണ്. ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ വന്ന് ഫോട്ടോഷൂട്ട് ഇപ്പോഴും ഉണ്ട്, കല്യാണ ഷൂട്ടുകളും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എല്ലാ സാധനങ്ങളും നടക്കുന്നുണ്ട്, സേവ് ദ ഡേറ്റും. അങ്ങനെ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കാൻ വന്നവരുണ്ട്, അതുപോലെ ഫാമിലി ആയിട്ട് ഇത് കാണാൻ വന്ന ആളുകളുണ്ട്. കാണാൻ വന്നതെന്ന് വെച്ചാൽ എന്താ അത്ര പ്രത്യേകത, കുറേ പൂക്കളല്ലേ എന്ന് നമുക്ക് ഒറ്റ ആളുകൾക്ക് ചോദിക്കുമ്പോഴും അതിനപ്പുറത്തേക്ക് ഇത് കുറച്ച് നേരം നമ്മുടെ ബാക്കി എല്ലാ സാധനങ്ങളും മാറ്റി വെച്ച് നമ്മൾ ഈ പൂക്കളുടെ നടുക്ക് ഇതാ ഇങ്ങനെ വെള്ളത്തിൽ, അതൊരു പ്രത്യേകത തന്നെയാണല്ലോ. എനിക്കിതൊക്കെ ഭയങ്കര വലിയ സംഭവമാണ്. ഇപ്പോൾ സൂര്യകാന്തി പൂത്തപ്പോൾ തെങ്കാശിയിൽ പോകുന്നതും ഇവിടെ പൂക്കുമ്പോൾ പോകുന്നതും ഒക്കെ എന്ന് വെച്ചാൽ അത് മനസ്സിന് കുറേ ദിവസത്തേക്ക് ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ ഇവിടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇതിനു മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് 2 വർഷം മുമ്പേ. ആ വീഡിയോ ആരും നോക്കാൻ പോകണ്ട, കാരണം ആ വീഡിയോയിൽ നമുക്ക് ഈ ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എന്നാലും നമുക്ക് അതിന് പ്രോപ്പറായിട്ടുള്ള മൈക്കോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് വന്ന് ഒരു രസത്തിന് എടുത്തു. അന്ന് പക്ഷേ ഇതുപോലെ ഇങ്ങനത്തെ ഇതൊന്നും ആയിട്ടില്ല, അവിടെ അത്രയ്ക്ക് അങ്ങോട്ട് വികസനം ആയിട്ടില്ല. സാധാ നമ്മുടെ വഞ്ചിയായിരുന്നു. ഇപ്പോൾ നിറയെ ഫൈബർ ബോട്ടുകളും ഒക്കെ ഉണ്ട്, സ്പീഡ് ബോട്ടുകളും ഒക്കെ ഉണ്ട്. അന്ന് ഇത്രയും ദൂരേക്കൊന്നും കൊണ്ടുവന്നില്ല, അവിടെ മാത്രം ആ ഫ്രണ്ടിൽ മാത്രം ഇച്ചിരി ദൂരം വന്നിട്ടാണ് പോയത്. ഇതിപ്പോൾ നമ്മളൊരു 2.5-3 കിലോമീറ്റർ ഉള്ളിലേക്ക് പോന്നു. ഇതാണ് ശരിക്കും കാണേണ്ട കാഴ്ച. അവിടെ നിന്ന് കാണുന്നതൊന്നല്ല കാഴ്ച, അവിടേക്ക് വരുമ്പോഴാണ് എന്ത് രസമാണ്. ഇനി നിങ്ങൾ കാഴ്ച കാണും, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയാവില്ലല്ലോ. ഇവിടെ വന്നാൽ ഇതുപോലെ പൂ വിൽക്കണ ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. ചേച്ചി രാവിലെ വരുമോ? 6 മണിക്ക്. എത്ര രൂപയാ ഇങ്ങനെ? ഇതിങ്ങനെ 2 കെട്ട് 50 രൂപ. ഇതൊക്കെ ഉണ്ടോ? ഇതെന്താ വെച്ചാൽ നേരത്തേക്ക് ആളുകൾ ഇവിടെ നിന്ന് പറിച്ചിട്ട് പോകും അല്ലേ, ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടേ. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് വെള്ളം മറിയൊക്കെ ചെയ്യും. അപ്പോൾ അത് വേണ്ട, ഇവിടെ ഇതുപോലെ പൂ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആണല്ലോ ആവശ്യം, പൂ കാണുമ്പോൾ. 2 കൂടെ ഇങ്ങനെ എടുത്തോ, കുറച്ച് കൈ നിറച്ചിരിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ കണ്ടു, കൈ നിറച്ചിരിക്കട്ടെ. കണ്ട സൂപ്പർ അല്ലേ? എൻ്റെ സാരിയിലും ഉണ്ട് പൂക്കൾ. ഇതാ ഞാനപ്പോൾ വഞ്ചിയിലോട്ട് കയറുക. നല്ല രസമുണ്ട്. രാവിലെ മുതൽ ഇന്ന് ഇച്ചിരി മഴയായിരുന്നേ, പിന്നെ അതിൻ്റെ ഒരു മൂടലുണ്ട്. ഇപ്പോൾ ഒരു 8:45 ആയി, പക്ഷെ മഴയുടെ ഒരു ഇതുള്ളതുകൊണ്ട് ഒരു തെളിച്ചമില്ല, എന്നാലും രസം. വെയിലും ചൂടൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ കായലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു ഇച്ചിരി ഇങ്ങോട്ട് ഉള്ളിലേക്ക് പോകുന്നു കേട്ടോ, കായലിലേക്ക് പോണ വഴിയിൽ. പക്ഷെ ഇവിടേക്കൊക്കെ എത്തണേ ഈ മജന്ത പോയിട്ട് ഇച്ചിരി പിങ്കും വെള്ളയും കൂടെ മിക്സ് ആയിട്ടുള്ള പൂക്കളൊക്കെയാണ് കൂടുതലുള്ളത്. നല്ല മഴയായി പോയിന്നേ. നമ്മളവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്ത് ഇതാ നടുക്കായലിൽ മഴയത്ത്. പക്ഷെ അതും ഒരു വൈബാണ്, സാരിയൊക്കെ ഇച്ചിരി നനയുന്നാലും നല്ല രസമുണ്ടാകും. നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയാണ് കേട്ടോ കണ്ടത്. കാരണം അവരിങ്ങനെ ബോട്ടിൽ പോവുകയാണ്. ഡാൻസിങ് മൈൻഡ് അല്ലേ? സത്യം പറഞ്ഞാൽ എൻ്റെ പേര് പലർക്കും അറിയില്ല. ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോൾ ആളുകൾ ഡാൻസിങ് മൈൻഡ് അല്ലേ എന്നാണ് ചോദിക്കുക. നമ്മളെ വീഡിയോൻ്റെ അടിയിൽ ചിലപ്പോൾ വന്ന് ചോദിക്കും പേരെന്നാന്നൊക്കെ. സൗമ്യ എന്നാട്ടോ പേര്. ഇനി അറിയാത്തവർക്ക് പറഞ്ഞു തരാണ്, എനിക്ക് അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്. അപ്പം മഴയൊന്ന് തോർന്നു, ഭയങ്കര മഴ പെയ്തു ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ. 6:45 ശരിക്കും ഇവിടെ എത്തിയതാണേ. പക്ഷെ മഴ കാരണം, മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ, മഴ മാത്രമല്ല നല്ല ഇടി ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന്മാരൊക്കെ പറഞ്ഞ് നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന്. നമ്മളിപ്പോൾ ഏതാണ്ട് ഒത്ത നടുക്കാട്ടോ നിൽക്കണേ. അങ്ങും ഇങ്ങും നോക്കിയാൽ കാണാത്ത അത്രയും ദൂരം ഈ മജന്ത കളറിൽ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ചേട്ടാ, ഇവിടെ എത്ര സമയം വരെയൊക്കെ കാണും ഇങ്ങനെ വള്ളങ്ങളൊക്കെ? ഇത്
രാവിലെ 6 മണി മുതലാണ് സ്റ്റാർട്ടാകുന്നത്. ഞങ്ങളൊക്കെ ഒരു 5:30 ആകുമ്പോൾ തന്നെ ഇവിടെ വന്ന് നിൽക്കും. 6 മണി മുതൽ ഒരു 10:30 വരെയാണ് പൂ വിരിഞ്ഞ് നിൽക്കുന്ന മാക്സിമം നിൽക്കുന്ന സമയം. 10:30 കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം പഴയതുപോലെ മൊട്ടുപോലെയാവും. അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് വൈകിട്ടാണ് ഇത് വിടരുന്നത്. വൈകിട്ട് നല്ലതായിട്ട് വിടരും. പക്ഷേ നമുക്കത് വൈകിട്ട് കാണാനുള്ള സാധ്യതയില്ല. കാരണം വൈകിട്ട് ബോട്ടൊന്നും ഇറക്കാനും പറ്റത്തില്ല, ഇരുട്ടുമാണ്. ഇതിപ്പം 1850 ഏക്കർ പാടശേഖരമാണ്. കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പാടശേഖരമാണ്. ഇതിനകത്തിപ്പോൾ നോക്കിയതുകൊണ്ടോ ഒരു 900 ഏക്കറിനകത്ത് ഇപ്പം പൂവായിരിക്കുകയാണ്. ഇതിപ്പം ഒക്ടോബർ മാസം വരെയും ഇതുണ്ടാകും. ഒക്ടോബറൊക്കെ ആകുമ്പോൾ നമ്മൾ ഇത് പാടശേഖരമാണ്, നെല്ല് കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ ഒക്ടോബർ ആകുമ്പോഴത്തേക്കും ഇത് വീണ്ടും നമ്മൾ മോട്ടർ വെച്ച് വെള്ളം പറ്റിച്ച് ആ വെള്ളം പറ്റുന്നതിനോടൊപ്പം നമ്മൾ കളനാശിനി അടിച്ച് ഈ പൂക്കളും എല്ലാം കളയും. എന്നിട്ട് വെള്ളം പറ്റിയതിന് ശേഷം ട്രാക്ടർ ടില്ലറൊക്കെ ഉപയോഗിച്ച് ഉഴുത് വീണ്ടും നെല്ല് കൃഷി ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 3-4 മാസം മാത്രമേ ആമ്പലുള്ളൂ. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നെൽകൃഷി. അത് കഴിയുമ്പോൾ നെൽകൃഷിയാണ്. ഒരു കൃഷിയാണ് ഇവിടെ നടത്താറ്. അതായത് 120 ദിവസം വേണം വിത്ത് വിതച്ച് കൊയ്തെടുക്കുന്നതിന്. മാർച്ച് പകുതിയോടുകൂടി കൊയ്ത്ത് തീരും. അത് കഴിയുമ്പോൾ വീണ്ടും മട മുറിച്ച് വെള്ളം കയറുമ്പോൾ ഇത് കിളുത്ത് വരും. ഇതൊന്നും ആരും നടുന്നതല്ല, ഇതാരും നടന്നതല്ല. ഇതിന്റെ വിത്തുകൾ ചെളിക്കകത്ത് തന്നെ എത്ര കാലം വേണേലും കടന്നോളും. വീണ്ടും വെള്ളം കയറി വരുമ്പം ഇത് കിളുത്ത് വരും. ഈ കൃഷി ചെയ്യുമ്പോൾ ഈ ആമ്പലൊരു ശല്യമല്ല. അല്ല, ആ സമയത്തൊന്നും വരൂല. കാരണം അതിനു മുമ്പ് തന്നെ നമ്മൾ ഇതിനെ ഇല്ലായ്മ ചെയ്യും. ഇല്ലായ്മ ചെയ്താലും അതിന്റെ വിത്തും കായ്കളും ഒക്കെ ഇതിനകത്ത് തന്നെ കിടക്കും. അത് പ്രകൃതിയുടെ ഒരു അതിശയാണ് അല്ലേ? അതെ അതെ. കൃഷി ചെയ്യുമ്പോൾ ഈ വിത്ത് അവിടെ ഉണ്ടെങ്കിലും വെള്ളം ഉണ്ടെങ്കിലും ഇത് വരുകയില്ല, ഇത് കിളുത്ത് വരില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ ഇതിങ്ങനെ ആളുകളിലേക്ക് എത്തിപ്പെടാനൊക്കെ തുടങ്ങിയിട്ട്. ഇത് പണ്ടും ഇല്ലേ? ഇത് പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ ആരും ഇത്ര കാര്യമായിട്ട് എടുത്തില്ല. ഇങ്ങനെ ഒരു ടൂറിസം ഒന്നും ആയിട്ടില്ലായിരുന്നു അല്ലേ? അന്ന് ടൂറിസം ആയിട്ടില്ലായിരുന്നു. അന്ന് നമുക്ക് ഇതെല്ലാം വെറും കളകളായിട്ടാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് നമുക്ക് ദൈവാനുഗ്രഹത്താൽ കാശിന്റെ അല്ലെങ്കിൽ പണത്തിന്റെ രൂപത്തിൽ മാറിയിരിക്കുകയാണ്. അതെ അതെ, ഒരുപാട് ആളുകളുടെ ഒരു വരുമാനമാണല്ലോ. 200ഓളം വള്ളം ഈ പാടശേഖരം. ഇതിന്റെ അപ്പുറത്തും ഒരു പാടശേഖരമുണ്ട്. അവിടെയും ഇതുപോലെ 650 ഏക്കറിനകത്ത് പൂവുണ്ട്. ഇതിപ്പോ ഇതിനൊക്കെ റേറ്റ് ഒക്കെ എങ്ങനെയാ? റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ബോട്ട് കയറിയ സ്ഥലമില്ലേ, റോഡിന്റെ സൈഡ്, അതിലേക്കൂടെ ഒക്കെ ആണെങ്കിൽ ഒരു 3/4 മണിക്കൂർ നേരത്തേക്ക് ഒരാൾക്ക് 100 രൂപ വെച്ച് ചെറിയ വള്ളത്തേലൊക്കെ പോകാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം അവിടുന്ന് പക്ഷേ അതിൽ കൂടുതൽ പൂ ഇപ്പോൾ ഈ കായൽ മേഖലയിലാണ്. ഇവിടെ വരികയാണെങ്കിൽ ഒരു വള്ളത്തിന് 1000 രൂപയാണ്. അത് ആളെണ്ണിട്ടൊന്നുമല്ല അല്ലേ? ആളെണ്ണമല്ല. ഒരു 6-7 പേര് വരെയൊക്കെ കയറ്റിക്കൊണ്ട് പോകും. അത് തന്നെ കൂടുതലാണ്. 5 പേര് 6 പേരാണ് വരുന്നത്. പിന്നെ ഒരു വീട്ടിൽ നിന്ന് ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ 7 പേരുണ്ടെങ്കിൽ അത്രയും പേരെ നമ്മൾ വള്ളത്തിൽ കയറ്റിക്കൊണ്ട് പോകും. അതും വലിയ വള്ളമാണെങ്കിൽ മാത്രം. ചെറിയ വള്ളത്തിൽ അത്രയും പേരെ കയറ്റത്തില്ല. 1 മണിക്കൂർ സമയം. പിന്നെ ഇടദിവസികളിലൊക്കെ വന്നാൽ 1 മണിക്കൂറല്ല അതിൽ കൂടുതലും നമുക്ക് തരാൻ പറ്റും. കാരണം തിരക്കില്ലാത്തത് കൊണ്ട് നമ്മൾ അധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യും. പിന്നെ 1 മണിക്കൂർ എന്ന് പറഞ്ഞത് അതിന് ശകലം കൂടിയാലും നമുക്ക് വിരോധമൊന്നുമില്ല. നമ്മൾ വരുന്ന ടൂറിസ്റ്റിനെ നല്ല രീതിയിൽ തന്നെ ഈ പൂക്കളെല്ലാം കാണിച്ച് മടക്കി കൊണ്ടുപോകാറുള്ളൂ. അവരുടെ സമയമാണ്. നിങ്ങൾ വരുമ്പോഴേ ഇതുപോലെയൊക്കെ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ടാവേ. അപ്പോൾ ഇത് പറിക്കാൻ വേണ്ടിയുള്ള ശ്രമം അത്ര ആരോഗ്യകരമല്ല. എന്താ വെച്ചാൽ ഈ വള്ളമാണ്, നമുക്ക് റോട്ടിൽ ഓടുന്ന വണ്ടിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ തിരിയുമ്പോഴേ ഇത് മറിയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മളിവിടെ അങ്ങനെ ഒരു കാഴ്ച കണ്ടു. പൂ പറിക്കാൻ വേണ്ടി അവർ കൈ നീട്ടി വെള്ളത്തിലേക്ക് പോയി. വലിയ ആഴമൊന്നും ഇല്ലാന്ന് തോന്നുന്നില്ലേ ചേട്ടാ? ആഴം കുറവാ. എന്നാലും എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കണം? പൂക്കൾ ഇഷ്ടംമാതിരി ഇതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ വരുമ്പോൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു 30 രൂപ എടുത്തിട്ട് പൂ മേടിച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കണേന്ന്. ശരിക്കും പണ്ട് കാലം തുടങ്ങി ഇവിടെ ഉണ്ടായിരുന്ന ആമ്പലാണ് ഇത് ഈ കാണുന്നത്. അല്ലിയാമ്പൽ എന്ന് പറഞ്ഞാൽ ചെറുതരം. ഇതൊക്കെ പിന്നീട് അതിൻ്റെ വേറെ വേറെ പല ഭാഗത്തു നിന്നായി വന്നു കൂടിയതോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വെള്ളത്തിൽ കൊഴുകി വന്ന വിത്തുകളോ ഒക്കെ ആയിരിക്കാം. ഇവിടെ മുട്ട സ്പ്രെഡായി. പിന്നെ ഇപ്പം ശരിക്കും മജന്തയാണ് കൂടുതലുള്ളത്. ഞങ്ങളുടെയൊക്കെ അവിടെ ഞങ്ങൾക്കൊരു 10 കൊല്ലം ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് പാലം വന്നിട്ട്. അപ്പോൾ വഞ്ചി തന്നെയാണ് അക്കരയും ഇക്കരയും പോകാനുള്ള ഏക ആശ്രയം. അപ്പോൾ ഇതുപോലത്തെ അല്ല, നമ്മൾ അവിടെ കണ്ട പോലത്തെ സാധാരണ വഞ്ചി. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു പിള്ളേർക്ക് വരെ നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ നമുക്കൊക്കെ തുഴയാനറിയാം. പങ്കായം വെച്ചിട്ട് തുഴഞ്ഞ്, വഞ്ചിയിലുള്ള ഒരാളെ ഉണ്ടാവുള്ളൂ. ആളുള്ളടത്ത് ഇതുപോലെ കുത്തി തുഴയും, ബാക്കി സ്ഥലത്ത് പങ്കായം വെച്ച് നമ്മളൊക്കെ അങ്ങനെ തുഴഞ്ഞ് ഒക്കെ അങ്ങോട്ടും അക്കരെ ഇക്കരയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു. എൻ്റെ അമ്മയുടെ വീട്ടിലും അച്ഛൻ്റെ വീട്ടിലും ഒക്കെ പോകണമെങ്കിൽ ഈ വഞ്ചിയെ കയറി തന്നെ പോകണം. പക്ഷെ ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഒരിടത്തും ഇല്ല, എല്ലായിടത്തും പാലം വന്നോടുകൂടി.
13 വർഷം ആവുന്നു. അത്രേ ആയിട്ടുള്ളൂ. ഞങ്ങൾക്കും അത്രയൊക്കെ തന്നെ ആയിട്ടുള്ളൂ. മലയാറ്റൂർ ഒരു പാലം വന്നതിന് ശേഷമാണ് ഈ വഞ്ചി കടത്തില്ലാണ്ടായി. ഞങ്ങൾ കടത്ത് എന്നാണ് പറയുക, കടത്തില്ലാണ്ടായി. ഇതൊക്കെ ഇതിലെ വഞ്ചിയിലൊക്കെ കയറി ഇരിക്കുമ്പോൾ അങ്ങനെ കുറേ ഓർമ്മകളാണ് സ്കൂള് കാലത്തെ. അതെ അതെ അതെ. ഞങ്ങൾക്കൊരു ശിവൻ ചേട്ടൻ ഉണ്ടായിരുന്നു, കാല് വയ്യാത്ത ഒരാളാണ്. ശിവൻ ചേട്ടനാണ് കടത്തയിലിരിക്കുന്നത്. നിങ്ങൾ വരുമ്പോൾ ഈ ചേട്ടനെ ഒന്ന് നോക്കി വെച്ചോട്ടോ. ആളുടെ പേര് സത്യൻ എന്നാണ്. ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. ഞങ്ങൾ കഴിഞ്ഞ ജൂലൈ 3-ാം തീയതി ഇതിലെ കൂടെ ഇങ്ങനെ പോയപ്പോൾ ചേട്ടൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. അപ്പോൾ പക്ഷെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു. അതേ വൈകുന്നേരം ആയി വന്നു. വൈകുന്നേരം. അപ്പോൾ ഇവിടെ അങ്ങനെ അധികം ആളും ബഹളമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു രാവിലെയാണ്. അപ്പോൾ രാവിലെയാണ് നമുക്കറിയാം, പക്ഷേ ഇതൊന്ന് എടുക്കാൻ ഒരു ഫോൺ നമ്പറൊക്കെ നമുക്ക് മേടിച്ചിട്ട് പോയാൽ ഒരു ദിവസം വിളിച്ച് പറയാമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ ഞങ്ങളടുത്ത് പറഞ്ഞു ഇപ്പം ശരിക്കും പൂക്കളായിട്ടില്ല, ഒരു 2 ആഴ്ചയും കൂടി കഴിഞ്ഞ് വരുവാണെങ്കിൽ ഇവിടെ അങ്ങ് നിറയും എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ വിചാരിച്ചു ആളൊരു സത്യസന്ധനായതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ചിലർ പറയും ഇപ്പോൾ നാളെ ഇങ്ങ് വാ നമുക്ക് ഷൂട്ട് ചെയ്യാം, നിങ്ങൾ വീഡിയോ ഒക്കെ ഞങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല പറഞ്ഞത്, പൂവൊക്കെ ആയിട്ട് നിങ്ങൾ വരൂ, അപ്പോഴേക്കും നമുക്ക് നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫോൺ നമ്പറൊക്കെ മേടിച്ചേച്ചും പോയി. ഇന്നിപ്പോൾ വരണേന് മുമ്പ് തലേന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ 6:30 ആകുമ്പോഴേക്കും ഞങ്ങളെ കാണാത്തതുകൊണ്ട് വിളിക്കുകയും ചെയ്ത് വരണില്ലേ എന്ന് വെച്ചിട്ട്. ഭയങ്കര മഴയായിരുന്നു നമ്മൾ വരുന്ന വഴിയിലൊക്കെ. അപ്പോൾ നിങ്ങൾ ദൂരെ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ വഞ്ചി നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണമെങ്കിലോ, അപ്പോൾ അവധി ദിവസമാണെങ്കിൽ ഇച്ചിരി നല്ല തിരക്കായിരിക്കും അല്ലേ ചേട്ടാ. അപ്പോൾ വഞ്ചിക്കൊക്കെ കാത്ത് നിൽക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ആളെ ഒന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. കണ്ടോ അമ്പലിന്റെ കായ കണ്ടോ, പൂ പൊഴിഞ്ഞു കഴിയുമ്പോ അരി പോലെ അല്ലേ, നമ്മുടെ റാഗി പോലെ. നോക്കി ഇതിപ്പം ഈ കളറ് നല്ലപോലെ മൂത്ത് കഴിയുമ്പോ ഇതൊന്നും കൂടെ ഗ്രേ കളർ. ഇത് എന്ത് ചെയ്യും, കഴിക്കുവോ? ഇത് കഴിക്കാൻ കൊള്ളത്തില്ല. നാടൻ ആമ്പലിന്റെ കഴിക്കാം. എങ്ങനെ എന്താക്കിയിട്ട് കഴിക്കും? വെറുതെ എങ്ങനെ കഴിക്കാം, അരി പോലെ. പിന്നെ നേരത്തെ പായസം ഉണ്ടാക്കുമായിരുന്നു. ഇത് നമ്മുടെ ഗസഗസ ഇല്ലേ, അതേ കളർ, നല്ല കറുപ്പ്, നല്ലപോലെ മൂത്ത് കഴിയുമ്പോ. എന്നിട്ട് ഇത് ഇതിനകത്ത് വീണ് വീണ്ടും തന്നെ കടന്നു, ഇതും വീണ്ടും കിളുത്ത് വരും. ശരി, നമ്മളിപ്പോ ശരിക്കും അതിന്റെ ഇങ്ങനെ എൻഡില് വന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോവുക. നമ്മളവിടെ നിന്ന് ആമ്പലെല്ലാം കണ്ടേച്ചിങ്ങ് വന്നപ്പോഴേക്കും ഭയങ്കര വിശപ്പായി. അപ്പോൾ ഇവിടെ മലരിക്കൽ പോണ വഴിയിൽ തന്നെ ഒരു കടയുണ്ട്, അവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാം. ഈ കട എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ വന്നൊരു കമൻറ്റാണ്, വളരെ വിശദമായിട്ട് ഇവിടുത്തെ പൊന്നപ്പൻ എന്നാണ് ആളുടെ പേര്. ഇങ്ങനെ ഒരു കടയുണ്ട്, ഇന്ന സാധനങ്ങളൊക്കെ കിട്ടും, ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള കട, ഞങ്ങൾ കഴിക്കുന്നതാണ്, ചെറിയ പൈസയൊക്കെയാണെന്നൊക്കെ പറഞ്ഞത്. അപ്പം അങ്ങനെ ആണ് ഈ കട നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം എന്തായാലും ഇവിടെ വരുന്നവർക്ക് അതൊരു ഉപകാരവും. തിരിച്ച് വരുമ്പോഴേക്കും നമ്മൾ 6 മണിക്കൊക്കെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ 8-9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ട് ഇറങ്ങില്ലേ. അപ്പോൾ കറക്റ്റ് ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. വേറെ കടയൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ കട അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും. അമ്പൽപ്പാടങ്ങൾ കാണാം, തിരിച്ച് വരുമ്പോൾ ഒരു നാടൻ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്ഥലം. ഒരു ഓംലേറ്റും കൂടെ മേടിച്ചു. നല്ല സൂപ്പർ ദോശയും ചമ്മന്തി. ഇതാ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ഞാൻ ഇത്രയും കഴിച്ചു പോയി, കാരണം നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പുലർച്ചെ പോകുന്നല്ലേ, ഒരു എനിക്ക് തോന്നുന്നു 3 മണിക്കൊക്കെ ഇറങ്ങി, 2:50 3 മണി സമയത്തൊക്കെ ഇറങ്ങി. ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഒന്നും കഴിച്ചില്ല. ഇത്രയും നേരം നമ്മൾ ആ വെള്ളത്തിൽ കൂടെ എല്ലാം നടന്നിട്ട് വന്നപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ വീഡിയോ എടുക്കാൻ ക്യാമറ ഓൺ ചെയ്യണതിന് മുമ്പ് ഞാൻ ഇത്രയും കഴിച്ചു കഴിഞ്ഞു. നല്ല സാധാട്ടോ ചമ്മന്തി സാമ്പാറും ഒക്കെ. ഇപ്പം എത്ര നാളായി? ഒരു 20 വർഷത്തോളമായിട്ട്. ആയിണ്ട്. ഇപ്പം എപ്പോഴാണ് തുറക്കുക? 6 മണിക്ക്. എന്നൊക്കെ ഉണ്ട് ഇപ്പോൾ? ദോശ, പൊറോട്ട രാവിലെ. ഇനി വൈകുന്നേരം കടയില്ല? വൈകുന്നേരം ഉണ്ട്. വൈകുന്നേരം ഏത്തയ്ക്കാപ്പവും പരിപ്പോടെ, പിന്നെ അല്ല വേറെ എന്തെങ്കിലും. ഇങ്ങനത്തെ ദോശ അതൊന്നും വൈകിട്ട് പൊറോട്ട ഉണ്ട്. വൈകിട്ട് പൊറോട്ട ഉണ്ട്. പൊറോട്ട രാവിലെ തുറന്ന എപ്പോഴും അടയ്ക്കുക? 8:30 വൈകിട്ട്. അപ്പൊ ഇവിടെ മലരിക്കലൊക്കെ വരുന്നവര് വന്ന് കഴിക്കലുണ്ടോ? ഊണൊന്നുമില്ല നമുക്ക്? ഊണില്ല. എന്തേ ഊണും കൂടെ തുടങ്ങാറുന്നില്ലേ? ഓർഡർ അനുസരിച്ച് നേരത്തെ വിളിച്ച് പറയാമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഒക്കെ വരുവാണെങ്കിൽ ഇവിടെ വിളിച്ചു പറഞ്ഞായിരുന്ന അവർക്ക് ഊണ് 1-2 ഊണൊന്നും കൊടുക്കില്ല. അല്ല അങ്ങനെയല്ല, കുറച്ച് അധികം ആളുകൾ ഉണ്ടെങ്കിൽ തയ്യാറാക്കി കൊടുക്കാം അല്ലേ. ഇത് സ്ഥലത്തിന് അമ്പലപ്പടി. നമുക്ക് ഇവിടെ നിന്ന് അങ്ങടേക്ക് എത്ര ദൂരം വരുന്നേ? 2 കിലോമീറ്റർ. അപ്പോൾ മലരിക്കലൊക്കെ വരുന്നുണ്ടെങ്കിലേ നല്ല ഭക്ഷണം, വേറെ സ്പെഷ്യലൊന്നുമില്ല. ഈ ദോശ, ചമ്മന്തി, പൊറോട്ട, മുട്ടക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്.
എന്നാലും നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചോ. നമ്മൾ ഇത് വഴിയൊക്കെ നിങ്ങൾ വരുന്ന സമയത്താണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ രാവിലെ തന്നെ കയറും, 6 മണിക്കൊക്കെ വഞ്ചിയെ കയറും. പിന്നെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വെള്ളം പോലും കുടിക്കാൻ ഞങ്ങൾ എടുത്തോണ്ട് പോയില്ല, മറന്നുപോയി. അത് കാഴ്ച കണ്ട് അങ്ങനെ പോയി. കുറച്ച് കഴിയുമ്പോഴേക്കും ചൂടടിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ തോന്നുന്നു. മറ്റേ വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ല എന്ന് പറഞ്ഞ മാതിരി ചുറ്റും വെള്ളമാണ്, പക്ഷെ വെള്ളം കുടിക്കാൻ നമ്മളെ കയ്യിലില്ലല്ലോ. ദാഹിച്ചിട്ടാണ് വന്നത്. എന്തായാലും ഞാൻ വയറിറച്ച് കഴിച്ചു. നല്ല ഭക്ഷണമാണ്. ഒരു നാടൻ സ്വാദൊക്കെയുള്ള ചമ്മന്തിയും സാമ്പാറും ഒക്കെയാണ് മേടിച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ മലരിക്കൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒക്ടോബറിന് മുന്നേ വരാൻ നോക്കുക. ഈ മഴയുള്ള ദിവസമായാൽ ഇച്ചിരി പാടാണ്. അത് ക്ലൈമറ്റൊക്കെ നോക്കിയിട്ട്, അടുത്തുനിന്നാണെങ്കിൽ അറിയാമല്ലോ, ക്ലൈമറ്റൊക്കെ നോക്കിയിട്ട് വരാൻ നോക്കുക. സത്യൻ ചേട്ടൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. സത്യൻ ചേട്ടനെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ ഇവിടുത്തെ ഒരു അന്തരീക്ഷം ചേട്ടൻ പറഞ്ഞു തരും. മഴയാണോ അല്ലെങ്കിൽ നമുക്ക് വഞ്ചിയിൽ പോകാൻ പറ്റുന്ന സാഹചര്യമാണോ, പൂക്കളുണ്ടോ എന്നൊക്കെ ഉള്ളത് മൂപ്പര് പറഞ്ഞു തരും. അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം.